കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ആരോപണവുമായി മുൻമന്ത്രി വി.എസ്. സുനിൽകുമാർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വോട്ട് രേഖപ്പെടുത്തിയ സുരേഷ് ഗോപിയും കുടുംബവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ തിരുവനന്തപുരത്ത് വോട്ട് രേഖപ്പെടുത്തിയെന്ന കാര്യം വ്യക്തമാക്കണമെന്ന് സുനിൽകുമാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും വോട്ട് തൃശൂരിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ചട്ടവിരുദ്ധമായ നടപടികൾ ഉണ്ടായിരുന്നെന്ന് സുനിൽകുമാർ ആരോപിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ വിഷയത്തിൽ കൃത്യമായ മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തിരുവനന്തപുരത്താണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇത് എങ്ങനെ സാധിക്കുമെന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുരേഷ് ഗോപിയും വ്യക്തമാക്കണമെന്ന് സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ബൈറ്റ് മറുപടി പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഒരു സമയത്ത് 2024 ഇവിടെ ഓർഡിനറി റെസിഡൻസ് ആണെന്ന് പറയാം, 25 അദ്ദേഹം ശാസ്തമംഗലത്ത് വോട്ട് ചെയ്യുക. അപ്പോൾ രണ്ട് പട്ടികയാണെങ്കിലും വ്യക്തി ഒന്നാണല്ലോ. ഇവർ പറയാൻ പോകുന്ന മറുപടി രണ്ട് പട്ടികയാണെന്നാണ്. പട്ടിക രണ്ടാകാം, വ്യക്തി ഒരാളല്ലേ. അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായി നടന്നിട്ടുള്ള മാനിപ്പുലേഷൻ ഇപ്പോൾ വെളിവാക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി പറഞ്ഞേ മതിയാകൂ. തെരഞ്ഞെടുപ്പ് ജനപ്രാതിനിധ്യ നിയമമനുസരിച്ച് ഓർഡിനറി റെസിഡൻസിനെ സംബന്ധിച്ച് സുപ്രീം കോടതി വ്യക്തമായ ഉത്തരവിറക്കിയിട്ടുണ്ട്. സ്ഥിരതാമസമില്ലാത്ത വ്യക്തിയെ ഓർഡിനറി റെസിഡൻസിൽ ഉൾപ്പെടുത്താനാവില്ല. സ്ഥിരമായി താമസിക്കണമെന്ന് സുപ്രീം കോടതി വിധിയിലൂടെ വ്യക്തത വരുത്തിയതാണ്. തൃശൂരിൽ സ്ഥിരതാമസക്കാരനാണെന്ന് കാണിച്ചുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തിയത്. തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി താമസം മാറിയിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് തൃശൂരിലെ വോട്ടുകൾ വെട്ടണമായിരുന്നു എന്നും നടന്നിട്ടുള്ളത് ചട്ടവിരുദ്ധമായ പ്രവർത്തനമാണെന്നും വി.എസ്. സുനിൽകുമാർ ആരോപിച്ചു. കൈരളി ന്യൂസ്, തൃശൂർ.